അയാൾ അവനരികിലേക്ക് വരുംതോറും അനന്തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന ഭദ്രയുടെ കൈകൾ മുറുകിക്കൊണ്ടിരുന്നു. പേടികൊണ്ട് അവളുടെ കയ്യിലെ വിറയൽ അവൻ അനുഭവപ്പെട്ടു. വലങ്കൈ കൊണ്ട് അവൻ അവളുടെ കൈകളിന്മേൽ കൈവച്ച് പേടിക്കണ്ടെന്ന് ധൈര്യം കാട്ടി. അവനരികിലെത്തിയിട്ട് അയാളുടെ കാലുകൾ അനന്തൻ്റെ നെഞ്ചിലേക്ക് ഉയർന്നു വന്നു. പെട്ടെന്ന് ഭദ്ര കൈവിട്ടു. അവനൊന്ന് കറങ്ങി ഉയർന്നു വന്ന കാലിൽ പിടിച്ച് റോഡിലേക്ക് എറിഞ്ഞു. അയാൾ റോഡിലേക്ക് കമിഴ്ന്നു വീണു. അപ്പോഴേക്കും അവർക്ക് ചുറ്റും കോളേജ് പിള്ളേർ തടിച്ചു കൂടിയിരുന്നു. എടാ, അവളെൻ്റെ മോളാണ്, തടയാൻ ഒരു മക്കൾക്കും അധികാരമില്ല. രാധിക ശൗര്യത്തോടെ അവന് നേരെ ചീറി. അവൻ തലചിരിച്ച് പേടിയോടെ അവന് പിറകിൽ നിൽക്കുന്നവളെ നോക്കി. ഭദ്ര, ഇവർ നിന്റെ അമ്മയാണോ? എനിക്കറിയില്ല സാർ ഇവരെ. അവൾ വെറുപ്പോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എടി, ചീറിക്കൊണ്ട് രാധിക അവൾക്കരികിലെത്തി. ഏയ്, വിരൽ ഞൊടിച്ചുകൊണ്ട് അനന്തൻ അവർക്ക് മുന്നിൽ കയറി നിന്നു. ഇത് കോളേജാണ്, പിള്ളേർ ഇളകിയാൽ രംഗം വഷളാകും. കിങ്കരന്മാരെയും വിളിച്ചുകൊണ്ട് കൊച്ചമ്മ പോയാട്ടെ. എടാ, നിനക്ക് ഈ രാധികയെ ശരിക്കറിയില്ല, കാണിച്ചു തരാം ഞാൻ. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. പേടിപ്പിക്കാതെ പോടി. അവൻ അവർക്ക് നേരെ മുരണ്ടു. ഭദ്രയെ ഒന്ന് നോക്കിയിട്ട് അവർ വണ്ടിയിൽ കയറിപ്പോയി. ഇവിടെ സദ്യയൊന്നുമില്ല, എല്ലാവരും ക്ലാസ്സിൽ പോ പിള്ളേരെ. അവൻ കൂടി നിന്ന പിള്ളേരോട് ദേഷ്യപ്പെട്ടു. എല്ലാവരും കോളേജിലേക്ക് ഓടി. ഭദ്ര പതിയെ നടക്കാൻ തുടങ്ങി. ഭദ്ര, അവിടെ നിന്നേ, അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കി. താനിന്ന് ക്ലാസ്സിലേക്ക് പോകണ്ട, വീട്ടിൽ പോയിക്കോ, നന്നായി പേടിച്ചിട്ടുണ്ട്. അവൾ തലകുലുക്കി നടക്കാൻ തുടങ്ങിയതും, ഭദ്ര, തന്നെ ഞാൻ കൊണ്ടുവിടാം, ഒറ്റയ്ക്ക് പോകണ്ട. ഇനിയും അവർ വന്നാലോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതെങ്ങനാ? സാറുമാരോട് വഴക്കുണ്ടാക്കാൻ നാക്കിന് നീളം കൂടുതലാണ്. ആരേലും ഉപദ്രവിക്കാൻ വന്നാൽ കണ്ണീരും. നീയൊക്കെ എന്നാ ഇനി നന്നാവുന്നേ? പറഞ്ഞുകൊണ്ട് അവൻ ബുള്ളറ്റിനരികിലേക്ക് നടന്നു. ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അവൾ അപ്പോഴും ആ നിൽപ്പാണ്. ഇനി ആനയും അമ്പാരിയുമായി വന്ന് വിളിക്കണോ? ഇങ്ങോട്ട് വന്ന് കയറടി. അവൻ അവളോട് ദേഷ്യപ്പെട്ടു. അവൾ അവനരികിലേക്കിരുന്നു. അവളുടെ നിശ്വാസം കഴുത്തിലടിച്ചപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം അവനിൽ വന്നു ചേർന്നു. അവൾ അവനിൽ നിന്നും അകലം പാലിച്ചിരുന്നു. അവൾ പറഞ്ഞ വഴിയിലൂടെ ബുള്ളറ്റ് പായിച്ചു. വീടിന് മുന്നിൽ വണ്ടി നിർത്തി. അവൾ അതിൽ നിന്നിറങ്ങി. വണ്ടിയുടെ ശബ്ദം കേട്ട് ജയകൃഷ്ണൻ പറമ്പിൽ നിന്നും മുറ്റത്തേക്ക് വന്നു. അച്ഛാ! അയാളെ കണ്ടതും അവൾ ഓടി അയാളുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എന്താ മോളെ, എന്താ പറ്റിയത്? അയാൾ അവളോട് ചോദിച്ചു. അത് ഞാൻ പറയാം. ഭദ്ര ആകെ പേടിച്ചിരിക്കുകയാ. ജയകൃഷ്ണൻ അവനെ നോക്കി. ഞാൻ അനന്തൻ, ഭദ്രയുടെ സാറാണ്. അറിയാം സാറേ, അവൾ പറയാറുണ്ട്. ഭദ്രയുടെ അച്ഛൻ എന്നെ സാറേന്നൊന്നും വിളിക്കണ്ട, അനന്തൻ എന്ന് വിളിച്ചാൽ മതി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു സ്ത്രീയും 2 ഗുണ്ടകളും ബലമായി ഭദ്രയെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഭദ്രയുടെ അമ്മയാണെന്നാ അവർ പറഞ്ഞത്. ജയകൃഷ്ണൻ ഞെട്ടലോടെ അവനെ നോക്കി. മോനെ. അച്ഛാ, സാറ് വന്നില്ലായിരുന്നുവെങ്കിൽ അവരെന്നെ കൊണ്ടുപോയേനെ, ഭദ്ര അയാളോട് പറഞ്ഞു. ജയകൃഷ്ണൻ അനന്തന് നേരെ കൈകൂപ്പി. നന്ദിയുണ്ട് മോനെ, ഒരുപാട്. അവൻ ആ കൈകളിൽ പിടിച്ചു. അങ്ങയെപ്പോലൊരു മാഷ് എൻ്റെ മുന്നിൽ കൈകൾ കൂപ്പുകയോ? അതൊന്നും വേണ്ട. എൻ്റെ ശിഷ്യയാണ് ഭദ്ര. ശിഷ്യയ്ക്ക് എന്തെങ്കിലും വന്നാൽ മാഷ് ഇടപെടും. അതിന് നന്ദിയുടെ ആവശ്യമില്ല, അവൻ വിനയത്തോടെ പറഞ്ഞു. റൗഡിയായി കണ്ട് വെറുത്തിരുന്ന മനുഷ്യൻ തന്നെ വേണ്ടി വന്നു തന്നെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ. ആദ്യമായി അവൾക്ക് അയാളോട് ബഹുമാനം തോന്നി. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. എന്തായാലും സൂക്ഷിക്കണം. നിങ്ങൾക്കിടയിൽ പ്രശ്നം എനിക്കറിയില്ല, പക്ഷേ വന്നവർ നിസ്സാരക്കാരല്ല, സൂക്ഷിക്കണം. മുന്നറിയിപ്പ് പോലെ അവൻ പറഞ്ഞു. മോനെ, എൻ്റെ മോളെ രക്ഷിച്ചു കൊണ്ട് വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട അങ്കിൾ, ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി. എന്നാൽ ശരി, പറഞ്ഞിട്ട് അവൻ വണ്ടിയിലേക്ക് കയറിപ്പോയി. നല്ല പയ്യൻ, പറഞ്ഞിട്ട് അയാൾ അവൾക്കരികിലേക്ക് ചെന്നു. അവളെ ചേർത്ത് പിടിച്ചു. മോള് പേടിച്ചോ? പെട്ടെന്ന് അവർ വന്ന് എന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ. അച്ഛയുടെ പൊന്ന് പേടിക്കണ്ട, മോൾക്ക് കവചമായി അച്ഛനുണ്ട്. അത് പറയുമ്പോൾ അയാളുടെ മുഖം മുറുകിയിരുന്നു. കാണണം അവളെ, രാധികയെ. എൻ്റെ മകളെ വേദനിപ്പിച്ചതിന് അവൾ ഉത്തരം പറയേണ്ടി വരും. അയാൾ അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു. മോനെ. എന്താ അച്ഛാ? മാധവൻ കണ്ണനരികിലേക്ക് ചെന്നു. നീ ഭദ്രയെ വിളിച്ചായിരുന്നോ? അയാൾ അവനോട് ചോദിച്ചു. അത് അച്ഛാ, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് നീ അവളെ വിളിച്ചില്ലേ? അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു.
നീ പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് അവിടെ വരെ പോകാം. അവൻ തലയാട്ടി. അവർ രണ്ടാളും അവർക്കരികിൽ എത്തിയപ്പോൾ അച്ഛൻ്റെ മടിയിൽ കിടക്കുകയായിരുന്നു ഭദ്ര. അവരെ കണ്ടതും അവൾ എഴുന്നേറ്റു. മോളെ. മാധവൻ അവൾക്കരികിൽ വന്ന് അവളുടെ തലയിൽ തലോടി. പേടിച്ചോ മോള്? അവൾ അയാളെ നോക്കി ചിരിച്ചു. ജയ, വന്നേ, എനിക്ക് സീരിയസ് ആയിട്ട് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ജയനെ വിളിച്ചുകൊണ്ട് മാധവൻ മുറ്റത്തേക്കിറങ്ങി. കണ്ണൻ ഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കയ്യിൽ പിടിച്ചു. അവളെ ചേർത്ത് പിടിച്ച് സെറ്റിയിലേക്കിരുന്നു. നിനക്ക് അപ്പോൾ എന്നെ വിളിച്ചൂടായിരുന്നോ? ഞാനാകെ പേടിച്ചു പോയി കണ്ണേട്ടാ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവനൊന്ന് മൂളി. സാരല്ല, നിനക്ക് ജസ്റ്റ് അവരുടെ കൂടെ പോയിക്കൂടായിരുന്നോ? അവരുടെ വരവിൻ്റെ ഉദ്ദേശം അറിയാമായിരുന്നല്ലോ. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. നിന്റെ അച്ഛനേക്കാൾ സാമ്പത്തിക ഭദ്രത അവർക്കാണെങ്കിൽ നീ അമ്മയെ ചൂസ് ചെയ്യണം, കോടതിയിൽ, കേട്ടോ? അവൾ അവൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു. കണ്ണേട്ടൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അത് ഭദ്ര, ഞാൻ നിന്റെ ഭാവിക്ക് നല്ലത് അതാണെങ്കിൽ നിർത്ത്. അവൾ കൈ ഉയർത്തി പറഞ്ഞു. എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് വന്നവരോടൊപ്പം ഞാൻ പോണമെന്നാണോ കണ്ണേട്ടൻ പറയുന്നത്? എൻ്റെ പ്രാണനാണ് എൻ്റെ അച്ഛൻ. ഒന്നിനു വേണ്ടിയും എൻ്റെ അച്ഛനെ ഉപേക്ഷിക്കില്ല ഞാൻ. പിന്നെ കണ്ണേട്ടൻ വേണോ അച്ഛൻ വേണോ എന്ന ചോദ്യം കണ്ണേട്ടനിൽ നിന്നുണ്ടായാൽ അച്ഛനെ മാത്രം മതി എന്നാകും എൻ്റെ മറുപടി. അവനെ രൂക്ഷമായി നോക്കി പറഞ്ഞിട്ട് അവൾ മുറിയിലേക്ക് പോയി വാതിൽ അവന് മുന്നിൽ കൊട്ടിയടച്ചു. കണ്ണനും മാധവനും കുറച്ചു കഴിഞ്ഞ് മടങ്ങി. 2 ദിവസം ഭദ്ര കോളേജിലേക്ക് പോയില്ല. ജയൻ അവളെ നിർബന്ധിച്ചുമില്ല. മോളെ. അയാൾ അവളെ വിളിച്ചു. പഠിക്കുകയായിരുന്നവൾ തലയുയർത്തി അയാളെ നോക്കി. എന്താ അച്ഛൻകുട്ടി? മോള് കോളേജിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാനാണോ പ്ലാന്? അയാൾ അവൾക്കരികിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. അച്ഛാ, അത് എന്തോ ഒരു ഭയം മനസ്സിൽ നിൽക്കുന്നു. വലിയൊരു ആപത്ത് വരുന്ന പോലെ. മോളെ എന്തിനാ ഭയക്കുന്നേ? അച്ഛൻ കൂടെ ഉണ്ടല്ലോ, ഒന്നും സംഭവിക്കില്ല. അവളുടെ തലയിൽ തലോടി അയാൾ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. അവളുടെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടവൾ അതിലേക്ക് നോക്കി. ആരാ മോളെ? കണ്ണേട്ടനാ അച്ഛാ, സംസാരിക്കേ. അച്ഛൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. അയാൾ എഴുന്നേറ്റ് പോയി. കണ്ണേട്ടാ. ഫോൺ എടുത്തവൾ വിളിച്ചു. ഭദ്ര, നാളെ നിന്നെ എനിക്കൊന്ന് കാണണം, അർജൻറ്റാണ്. കണ്ണേട്ടൻ വീട്ടിലേക്ക് വാ. അവിടെ അങ്കിൾ ഉണ്ടല്ലോ, എനിക്ക് നിന്നോട് മാത്രമാണ് സംസാരിക്കാനുള്ളത്. നാളെ സിനാസ് റെസ്റ്റോറൻറ്റിലേക്ക് വാ. നീ ഒറ്റയ്ക്ക് വന്നാൽ മതി. എന്താ കണ്ണേട്ടാ കാര്യം? നിനക്ക് വരാൻ പറ്റുമോ? അവൻ ദേഷ്യപ്പെട്ടു. അവളൊന്ന് മൂളി. അപ്പോഴേക്കും അവൻ കോൾ കട്ട് ചെയ്തിരുന്നു. അവൾ ഫോണുമായി സംശയത്തോടെ നിന്നു. പിറ്റേന്ന് രാവിലെ അച്ഛനോട് പറഞ്ഞിട്ട് അവൾ ടൗണിലെ സിനാസിലേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ അവൻ അവിടെ ഒഴിഞ്ഞ ടേബിളിന് മുന്നിൽ ഇരിക്കുകയായിരുന്നു. കണ്ണേട്ടാ, അവൾ വിളിച്ചു. അവൻ തലയുയർത്തി അവളെ നോക്കി. നേവി ബ്ലൂ ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. കാതിൽ ചെറിയ സ്റ്റഡ്, കഴുത്തിൽ നേർത്ത ചെയിൻ, കയ്യിൽ ബ്ലൂ കളർ കുപ്പിവള, മുടി വിടർത്തിയിട്ടിരിക്കുന്നു. എന്തോ അവളിലേക്ക് അടുപ്പിക്കുന്ന സൗന്ദര്യം പോലെ തോന്നി അവന്. നീ ഇരിക്കെ. അവൻ അവളുടെ കൈ പിടിച്ചു. അവൻ്റെ അടുത്തേക്കിരുത്തി. എന്താ കണ്ണേട്ടാ കാണണമെന്ന് പറഞ്ഞത്? പറയാം, അതിനു മുൻപ് ജ്യൂസ് കഴിക്കേ. അവൻ ജ്യൂസ് അവൾക്ക് നേരെ നീട്ടി. അവനും ജ്യൂസ് കഴിക്കാൻ തുടങ്ങി. അവൾ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. കുടിച്ചു കഴിഞ്ഞതും അവൾക്ക് മയക്കം തോന്നി. പെട്ടെന്ന് അവൻ്റെ കൈകളിലേക്ക് അവൾ കുഴഞ്ഞു വീണു. അവന് മുന്നിൽ മറ്റൊരു ടേബിളിൽ ഇരുന്ന 2 പേർ മുന്നോട്ട് വന്ന് അവനവളെ വാരിയെടുത്ത് അവർക്ക് പിറകെ പോയി. ഒരു കാറിലേക്ക് അവളെ കിടത്തി. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ള ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുമെന്ന് മാഡം പറഞ്ഞിട്ടുണ്ട്, അതിലൊരാൾ മിഥുനോട് പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവർക്ക് കൈ കൊടുത്തു. അവളെ കയറ്റിയ വണ്ടി കണ്ണിൽ നിന്ന് മായും വരെ അവൻ നോക്കി നിന്നു. പിന്നെ ഫോണെടുത്ത് ജയൻ്റെ നമ്പർ ഡയൽ ചെയ്തു. മോനെ. അങ്കിൾ. നിലവിളി ശബ്ദം പോലെ അവൻ വിളിച്ചു. മോനെ, എന്താ? അങ്കിൾ, ഞാനും ഭദ്രയും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ 2 പേര് വന്ന് എന്നെ അടിച്ചിട്ട് ഭദ്രയെ കൊണ്ടുപോയി. അങ്കിൾ, എനിക്ക് തടയാൻ കഴിഞ്ഞില്ല. ജയൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. എൻ്റെ മോള്. അയാൾ തളർച്ചയോടെ കസേരയിലേക്കിരുന്നു. ഭദ്ര പതിയെ കണ്ണുകൾ തുറന്നു. കൺപോളകൾക്ക് വല്ലാത്ത ഭാരം തോന്നുന്നു. എന്താ എന്താ എനിക്ക് പറ്റിയത്? അവൾ പതിയെ എഴുന്നേറ്റിരുന്നു. ചുറ്റും നോക്കി. കൊട്ടാര തുല്യമായ മുറി. ഒരുപാട് അലങ്കാര വസ്തുക്കൾ കൊണ്ട് മുറിയാകെ അലങ്കരിച്ചിട്ടുണ്ട്. ഇതെവിടെയാ ഞാൻ? അവൾ ചാടി എഴുന്നേറ്റു.
വാതിലിനരികിലേക്ക് ഓടി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പുറത്തു നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് തറയിലേക്കിരുന്നു. അച്ഛാ! പെട്ടെന്ന് വാതിൽ തുറന്ന് രാധിക അകത്തേക്ക് വന്നു. പട്ടുസാരിയും ആഭരണങ്ങളും ആവശ്യത്തിലേറെ അണിഞ്ഞിട്ടുണ്ട് അവർ. ഉണർന്നോ മോള്? അവർ അവളുടെ തലയിൽ തലോടി. അവൾ ആ കൈകൾ തട്ടിത്തെറിപ്പിച്ചു. തൊട്ടു പോകരുതെന്നെ, എനിക്കെൻ്റെ വീട്ടിൽ പോകണം. കണ്ണേട്ടനെ നിങ്ങൾ എന്താ ചെയ്തേ? അവൾ അവരുടെ ശരീരം പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. മോളിങ്ങനെ ദേഷ്യപ്പെടാതെ, മോളോട് അമ്മ എല്ലാം പറയാം, വാ. അവളെ പിടിച്ച് കട്ടിലിലേക്ക് ഇരുത്തി രാധിക. അവൾ വെറുപ്പോടെ അവരെ നോക്കി. നിന്റെ കണ്ണേട്ടനെ ഞാനൊന്നും ചെയ്തില്ല. അവനാ മോളെ എൻ്റെ അടുത്ത് എത്തിച്ചത്. അതിന് പ്രതിഫലമായി അവൻ വാങ്ങിയത് കോടികളാണ്. ഭദ്ര ഞെട്ടലോടെ അവരെ നോക്കി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ അമ്മ മോളെ തേടി വന്നത് എന്തിനാണെന്നറിയോ? നിന്നെ കൂടെ കൂട്ടി സ്നേഹിക്കാനല്ല. ഒരു ലാഭവുമില്ലാതെ ഈ രാധിക ഒരു കാര്യവും ചെയ്യില്ല. നിന്റെ കല്യാണം, അതിലൂടെ എനിക്ക് വന്നു ചേരുന്ന കോടികളുടെ ആസ്തി, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളൊരു അമ്മയാണോ? ഒരു സ്ത്രീയാണോ? അവൾ പൊട്ടിത്തെറിച്ചു. അതിന് മറുപടിയായി രാധിക പൊട്ടിച്ചിരിച്ചു. നമ്പർ 1 ബിസിനസ്മാൻ ശങ്കർദാസ്, അയാളുടെ 2ാം ഭാര്യ ആവുകയാണ് എൻ്റെ മകൾ ഇന്ന്. ഭദ്ര ചാടി എഴുന്നേറ്റു. നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കില്ല. എന്നെ കൊണ്ടുപോകാൻ എൻ്റെ അച്ഛൻ വരും. എൻ്റെ മോളെ, രാധിക ഈ കളിക്കിറങ്ങിയത് നീ സമ്മതിക്കുമെന്ന് കരുതിയിട്ടല്ല. നിന്റെ അച്ഛനെ വെച്ച് തന്നെ നിന്റെ കഴുത്തിൽ ശങ്കർ താലി കെട്ടും. നിന്റെ അച്ഛനെ ജീവനോടെ നിനക്ക് വേണമെങ്കിൽ നീ സമ്മതിക്കും. എൻ്റെ ആളുകളുടെ കസ്റ്റഡിയിലാണിപ്പോൾ നിന്റെ അച്ഛൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. വാടി ഇവിടെ. അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് തള്ളി രാധിക. 2 സ്ത്രീകൾ അകത്തേക്ക് വന്നു. എത്രയും പെട്ടെന്ന് റെഡിയാക്കണം, മുഹൂർത്തമാവാറായി. അവരോട് പറഞ്ഞിട്ട് രാധിക ഭദ്രയെ നോക്കി. എതിര് നിന്ന നിന്റെ അച്ഛനെ ശവമായി ആവും നീ കാണുക. മുന്നറിയിപ്പ് പോലെ പറഞ്ഞിട്ട് രാധിക മുറിക്ക് പുറത്തേക്ക് പോയി. ആ സ്ത്രീകൾക്ക് മുന്നിൽ ശവം പോലെ ഇരുന്നു കൊടുത്തു അവൾ. മാധവനെ വിളിച്ചിട്ട് കിട്ടാതെ കണ്ണനെയും വിളിച്ചു. ആരും ഫോൺ എടുത്തിരുന്നില്ല. എന്താ എല്ലാവർക്കും പറ്റിയത്? എൻ്റെ കുട്ടിയെ ഇനി എവിടെ പോയി അന്വേഷിക്കും? പെട്ടെന്ന് ജയന് അനന്തനെ ഓർമ്മ വന്നു. ഭദ്രയുടെ ഡയറിയിൽ നിന്ന് അനന്തൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ മോനെ, ഞാൻ ഭദ്രയുടെ അച്ഛനാണ്. എന്താ അങ്കിൾ? അവൻ ചോദിച്ചു. മോനെ, ഭദ്രയെ കാണുന്നില്ല. ആരോ പിടിച്ചോണ്ട് പോയി എൻ്റെ കുട്ടിയെ. മോനൊന്ന് വരുമോ ഇവിടെ വരെ? പറഞ്ഞു തീർന്നതും ജയൻ്റെ നിലവിളി ശബ്ദം കേട്ട് അനന്തൻ പകച്ചു.